So boys, AMD ഒരു പുതിയ product launch teaser ഇട്ടിട്ടുണ്ട്. So let's watch that together. യെസ് ഇതെത്തുന്നു ബോയ്സ്, യെസ് ഇതെത്തുന്നു. AMDയുടെ പ്രോസസ്സേഴ്സിന് അവർ ഡിസേർവ് ചെയ്യുന്ന ഹൈ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. AMDയുടെ 3D പ്രോസസ്സേഴ്സ് ഫൈനലി മെയിൻ സ്ട്രീം ആയിട്ടുണ്ട്. ആൻഡ് 3D പ്രോസസ്സ് ഫൈനലി ആൾക്കാർ ഒത്തിരി വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു പ്രോഡക്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് 3D പ്രോസസ്സ് എല്ലാപ്പോഴും പോലെ ഒരു വളരെ ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ് ആയിട്ടുണ്ട്. റിമെമ്പർ വെൻ 5800X3D ഫസ്റ്റ് AMD ലോഞ്ച് ചെയ്തപ്പോഴത്തേക്ക് പ്രോസസ്സർ ഭയങ്കര പെർഫോമൻസ് ഉണ്ടെങ്കിലും ആൾക്കാർ വാങ്ങാൻ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. എന്നിട്ട് രണ്ടാമത്തെ വേവ് ആയപ്പോഴത്തേക്ക് ഫുൾ ആൾക്കാർ 5800X3D ഉണ്ടോ 5800X3D ഉണ്ടോ എന്ന് തപ്പെടുക്കുന്ന അവസ്ഥയായി. സെയിം റിപ്പീറ്റഡ് 2x പവറിൽ when 7800X3D launch 36,000 rupees വരെയുള്ള പ്രോസസ്സിൻ്റെ പ്രൈസ് വെന്റ് ഓൾ ദ വേ അപ് ടു 45,000. ആൻഡ് ഇപ്പോഴും ആ പ്രൈസ് അവിടെ നിൽക്കുകയാണ്. അത്ര ഇൻഫ്ലേറ്റഡ് പ്രൈസിനും ഡിമാൻഡ് നിൽക്കുന്ന സമയത്താണ് ഇതിനേക്ക് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി AMD അവരുടെ Ryzen 7 സീരീസിൻ്റെ ലേറ്റസ്റ്റ് 3D പ്രോസസ്സർ ഇറക്കുന്നത് 9800X3D. ഈ പ്രോസസ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് അറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് ലീഗ് ബെഞ്ച് മാർക്സ് ഉണ്ട്. ആൻഡ് ദേ ആർ ആസ് ഫോളോസ്. ആൻഡ് റിമെമ്പർ, ഇതൊന്നും കൺഫേംഡ് ഇൻഫർമേഷൻ അല്ല, ലീഗ് ബെഞ്ച് മാർക്സ് ആണ്. സോ ടേക്ക് എവറിത്തിങ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ലീഗ് ബെഞ്ച് മാർക്സിലെ ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് ന്യൂസ് ഇതിൻ്റെ ബേസ് ക്ലോക്ക് starts at 4.7 GHz. That is massive. മിക്ക ജനറൽ പർപ്പസ് പ്രോസസ്സിൻ്റെയും ബൂസ്റ്റ് ക്ലോക്ക് വാല്യൂ ആണ് 4.7. പക്ഷേ ഇത് ഇവിടെ തുടങ്ങുന്നത് 4.7ലാണ്. ആൻഡ് ഇറ്റ് കൻ ബൂസ്റ്റ് അപ് ടു 5.2 വിത്തൗട്ട് ഓവർ ക്ലോക്കിംഗ്. നിങ്ങളിപ്പോൾ സിംഗിൾ കോർ പെർഫോമൻസ് ഇൻറ്റൻസീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വാലറിൻ്റെ കളിക്കുകയാണെങ്കിൽ ഈ പ്രോസസ്സിൻ്റെ പെർഫോമൻസ് വിൽ മോസ്റ്റ് ലൈക്ലി ബി അൺമാച്ച്. പിന്നെ ഈ പ്രോസസ്സിൻ്റെ പവർ ഡ്രോ ഇസ് എക്സ്പെക്റ്റഡ് ടു ബി 120 watts. സോ കൈൻഡ് ഓഫ് ഒരു GPU ഒക്കെ എടുക്കുന്ന ലെവലിൽ പവർ ഈ പ്രോസസ് എടുക്കും. 7000 സീരീസിനെക്കാളും 9000 സീരീസിൻ്റെ പെർഫോമൻസ് ആൾക്കാർ കൂടുതലില്ല എന്ന് പറഞ്ഞപ്പോഴും AMD പറഞ്ഞത് പെർഫോമൻസിനേക്കാളും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തത് പവർ എഫിഷ്യൻസിയിലാണ് എന്നാണ് AMD പറഞ്ഞത്. പക്ഷേ ഇൻ കേസ് ഓഫ് ദ 9800X3D അവർ പറഞ്ഞു ഈ പവർ അവിടെ നിൽക്കട്ടെ, we're going to give everyone max performance, so 120 watts. That is a big number you have to remember. And നമ്മൾ Cinebench scores കമ്പയർ ചെയ്യുകയാണെങ്കിൽ 7800X3D ഇന്ന് റിലീസ് ആകുമ്പോൾ 9800X3D ബെഞ്ച്മാർക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിംഗിൾ കോർ പെർഫോമൻസിൽ 7800X3Dക്ക് we get 1726 points. ആൻഡ് അവിടെ നമ്മുടെ 9800X3Dക്ക് well this is leaked again, you get 2261 points. ആൻഡ് ഇനി മൾട്ടി കോർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 7800X3Dക്ക് you get 17,762 points. ആൻഡ് നമുക്ക് 9800X3Dക്ക് 25,258 points. സോ ഒരു വളരെ സിഗ്നിഫിക്കൻറ്റ് പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ട് നമ്മൾ 7800X3Dന്ന് 9800X3Dയിലേക്ക് പോകുമ്പോൾ. അതുകൊണ്ട് തന്നെ Cinebench സ്കോർസും പ്രോസറിൻ്റെ ബേസ് ഫ്രീക്വൻസിയും ലീക്ക് ആയപ്പോൾ തന്നെ ഐ തിങ്ക് the enthusiast PC market is pretty much hype. കാര്യം ഒരു 4.7 GHz ബേസ് ക്ലോക്ക് വരുന്ന പെർഫോമൻസ് ഭയങ്കര കൂടിയ പ്രോസർ മാർക്കറ്റിൽ വളരെയധികം പ്രൈസ് ഇൻഫ്ലേഷൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മാർക്കറ്റ് ഡിസ്റപ്റ്റ് ചെയ്യാൻ വരുന്ന CPU ആൻഡ് ഓൾസോ പ്രീവിയസ് ജനറേഷനെക്കാളും സിഗ്നിഫിക്കൻ്റ്ലി ബെറ്റർ പെർഫോമൻസ് തരുന്ന CPU. സോ യെസ് ബോയ്സ്, അതുകൊണ്ട് തന്നെ another AMD CPU ലോഞ്ച് വിത്ത് ദ ഹോൾ മാർക്കറ്റ് ഇസ് ഹൈപ്ഡ്. യെസ്, ഒരു സൈഡിൽ ഇന്റൽ അവരുടെ 15 ജനെ കുറിച്ച് മാർക്കറ്റിൽ കംബാക്ക് വരുത്താൻ നോക്കുമ്പോഴാണ് മാർക്കറ്റിനെ ഫുള്ളായി ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന 7800X3Dയുടെ ഫ്യൂച്ചർ അപ്ഗ്രേഡ് 9800X3D is ready to hit the market. and നിങ്ങൾക്ക് ഈ പ്രോസസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, hit us up and so നിങ്ങൾക്ക് വേണ്ടി പ്രീബുക്ക് ചെയ്യാം, because the 9800X3D is definitely going to disrupt this market. and we will see you the next one. Till then, this is us saying cricket baby and peace.